പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിയോളജിയ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബിരുദാനന്തര ബിരുദ ദൈവശാസ്ത്ര പഠനതലത്തിൽ ജോബിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ജോബിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ ഇതിനോടകം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. 6ഉം 7ഉം അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി സഹിക്കണം? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ദുരന്തമുണ്ടാകുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകും. ഒരുവൻ തെറ്റ് ചെയ്താൽ അവന് തിരിച്ചടി ലഭിക്കുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ ഒരുപാട് കണ്ണുനീര് കുടിച്ച് മരിക്കേണ്ടി വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അത് നിയതിയുടെ നീതി എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അല്ലെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്ന് പറയുന്നതിൽ യുക്തിയുണ്ട്. പക്ഷേ മറ്റൊരു പ്രതിഭാസമുണ്ട് എന്നത് നമുക്കറിവുള്ളതാണ്. അതായത്, ഒരു പാപവും ചെയ്യാത്തവൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ, ആർക്കും ഒരു ദുരന്തവും വരാതെ ജീവിക്കുന്ന മനുഷ്യർ, മറ്റൊരാളുടെ കണ്ണുനീരിനെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ അധികം വിലമതിച്ച് ആ കണ്ണുനീരൊപ്പാൻ സഹായിക്കുന്ന ഉപകാരികളായ മനുഷ്യർ, അവരുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? സഹനമെന്നൊരു സമസ്യ, നിഷ്കളങ്കൻ്റെ സഹനം എന്നത് തികച്ചും ഒരു സമസ്യ തന്നെയാണ്. ആ സമസ്യയുടെ ഉത്തരം തേടുകയാണ് ഈ ജോബിൻ്റെ പുസ്തകം ചെയ്യുന്നത് എന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയുണ്ട്. ഇതിൽ എലിഫാസ് എന്ന് പറയുന്ന ജോബിൻ്റെ കൂട്ടുകാരൻ നടത്തുന്ന പ്രബോധനത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇവിടെ ജോബ് മറുപടി പ്രസംഗം പറയുക. അതായത് 4-5 അധ്യായങ്ങളിൽ എലിഫാസിൻ്റെ പ്രസംഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായി മനസ്സിലാക്കി. ആ പ്രസംഗത്തിൽ ഒരു പോരായ്മയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. ദൈവം നന്മ ചെയ്തവന് രക്ഷ, തിന്മ ചെയ്തവന് ശിക്ഷ, ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിനുള്ളിലേ പ്രവർത്തിക്കൂ എന്നാണ് എലിഫാസിൻ്റെ ചിന്ത. എന്നാൽ നമുക്കറിയാം, ഓരോ മനുഷ്യനും ദൈവത്തിന് വേണ്ടി സ്വന്തമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കുന്നത് ശരിയല്ല. താൻ വരച്ച വൃത്തത്തിനുള്ളിൽ ഒതുങ്ങിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ചിന്താഗതി. താൻ വരയ്ക്കുന്ന വരികളിലൂടെയാണ് ദൈവം എഴുതുന്നത് എന്ന് മനുഷ്യൻ ചിന്തിക്കരുത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ പ്രവൃത്തികളുണ്ട്. മനുഷ്യൻ്റെ യുക്തി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ന്യായാന്യായങ്ങളെ അളക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് എന്ന് എലിഫാസിൻ്റെ പ്രസംഗത്തെ വിശകലനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കിയുണ്ടായി. ഏകദേശം സമാനമായൊരു വാദഗതി ജോബ് ഇവിടെ അവതരിപ്പിക്കുകയാണ് 6ഉം 7ഉം അധ്യായങ്ങളിലായിട്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയുകയാണ്, ദൈവം എനിക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ വച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും. ജോബ് എലിഫാസിനോട് പറയുന്ന മറുപടി ഇതാണ്: അല്ലയോ എലിഫാസെ, നിനക്കെൻ്റെ സഹനത്തെ യുക്തി കൊണ്ട് അളക്കാൻ സാധിക്കുകയില്ല. നിന്റെ യുക്തി വിചാരം കൊണ്ട് നീ എൻ്റെ സഹനത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിനക്ക് തെറ്റിപ്പോയത്. കാരണം എൻ്റെ സഹനത്തിൻ്റെ തീവ്രത, തീഷ്ണത, അതിൻ്റെ ഭീകരത, അതിൻ്റെ അസഹ്യത അത് അനുഭവിക്കുന്ന എനിക്കേ മനസ്സിലാവൂ. വെറും കാഴ്ചക്കാരനായി നിനക്കെൻ്റെ സഹനത്തിൻ്റെ തീഷ്ണതയെ മനസ്സിലാക്കാനാവില്ല എന്ന് ജോബ് ആരംഭത്തിലേ പറയുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. 4-ാം വാക്യം,
സർവശക്തന്റെ അസ്ത്രങ്ങൾ, ദൈവമാണ് തനിക്കെതിരായി നിന്ന് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ജോബ് പറയുക. അവിടുത്തെ അസ്ത്രങ്ങളിൽ നിന്നുള്ള വിഷം എൻ്റെ ശരീരത്തിൽ പടരുന്നു എന്നവർ. പഴയകാലത്ത് അല്ലെങ്കിൽ സെമിറ്റിക് കാലഘട്ടത്തിലെ ഒരു യുദ്ധരീതിയാണ്. മധ്യകാല ബ്രോൺസ് ഏജിലെ, മിഡിൽ ബ്രോൺസ് ഏജിലെ യുദ്ധരീതികളിലൊന്നാണ് ഇവിടെ 4-ാം വാക്യത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. അതായത് വിഷമുള്ള അമ്പ് അയക്കുക എന്നു. ഏതെങ്കിലും വിഷദ്രാവകത്തിൽ മുക്കിയ അമ്പ് ഒരു വ്യക്തിക്കെതിരെ എയ്യുന്നതാകാം. അതല്ലെങ്കിൽ വിഷപ്പാമ്പുകളെ പിടിച്ച് കെട്ടിവെച്ച ആ അമ്പ് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് എയ്യുന്നു. അപ്പോൾ അമ്പിൻ്റെ മുറിവും ഇങ്ങനെ അമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന വിഷപ്പാമ്പ് അതിൻ്റെ സകല ശൗര്യത്തോടും കൂടി ഈ അമ്പ് തറയ്ക്കുന്ന വ്യക്തിയെ കൊത്തുമ്പോൾ അത് ആ വ്യക്തിക്ക് മരണകാരണമായി തീരുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതായത് ദൈവം ഇതുപോലെ ക്രൂരമായി എൻ്റെ നാശം ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ അമ്പെയ്യുക മാത്രമല്ല, അമ്പെയ്യുന്നവൻ മുറിവേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഈ അമ്പ് കൊള്ളുന്നവൻ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന നിർബന്ധം കൊണ്ടാണ് അമ്പ് വിഷത്തിൽ മുക്കി അമ്പെറിയുന്നത്. അതല്ല എങ്കിൽ വിഷപ്പാമ്പിനെ കെട്ടിവെച്ച് അമ്പെയ്യുന്നത്. എൻ്റെ ഉദ്ദേശം ആ വ്യക്തി ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് യോബ് പറയുന്നിതാ, ദൈവമേ, നീ എൻ്റെ നാശം ഉറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ഞാൻ ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് നിനക്ക് നിർബന്ധമുള്ളതുപോലെ നീ എന്നെ ശത്രുവായി കരുതി നീ എന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ജോബ് പറയുക. ജോബ് ദൈവത്തോട് വളരെ കഠിനമായ പരുഷമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാദഗതികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ജോബ് പറയുകയാണ്, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുമ്പിലുള്ളപ്പോൾ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ? അനിഷ്ടകരമായത് ഭക്ഷിക്കേണ്ടി വരുന്ന ആ ഒരു പ്രതീകത്തെ ജോബ് ഇവിടെ ഉപയോഗിക്കുക. ഒരുപക്ഷെ രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് രോഗാവസ്ഥയിൽ മനുഷ്യൻ ഭക്ഷണത്തിൽ പാലിക്കേണ്ട പഥ്യവ്യവസ്ഥിതികളെ സൂചിപ്പിക്കുന്നതാകാം. ഇപ്പം ജോബ് കുഷ്ഠം ബാധിച്ചു, ഒരുപക്ഷെ വൈദ്യൻ നിർദ്ദേശിച്ച മരുന്ന് കഠിന പഥ്യമുള്ളതാകാം, ഉപ്പ് ചേർക്കാതെ ഭക്ഷിക്കേണ്ടതാകാം. അതല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയ്ക്ക് എന്തെങ്കിലും രുചിയുണ്ടോ? മരുന്നിൽ ഒരുപക്ഷെ ജോബിന് മുട്ടയുടെ വെള്ളയായിരിക്കാം കൊടുത്തിരിക്കുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഈ പ്രത്യക്ഷത്തിൽ ഈ അർത്ഥമൊക്കെ ജോബ് ഉദ്ദേശിക്കുന്നുണ്ടാകാം. പക്ഷേ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ സമഗ്രമായിട്ടെടുത്താൽ അതിനെ ഒരൊറ്റ പ്രതീകമായിട്ട് മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതാണ് ശരി. അനിഷ്ടകരവും അരുചികരവുമായ ഭക്ഷണം കഴിക്കുന്നത് എത്രമേൽ വിഷമകരമാണോ അതിന് സമാനമാണ് താൻ അനുഭവിക്കുന്ന സഹനം എന്നാണ് ജോബ് ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുക. വീണ്ടും ജോബ് 4-ാം അധ്യായത്തിൽ ജോബ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുകയാണ്, ഇനി എൻ്റെ മുമ്പിൽ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് മരണം മാത്രം. ദൈവം എന്നെ ശിക്ഷിക്കുന്നു, സമ്മതിച്ചു. ദൈവമേ, ഈ ഒരൊറ്റ അടിക്ക് നീ എന്നെ കൊന്നിരുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാകുമായിരുന്നു. നീ എന്നെ നശിപ്പിക്കുക, സർവനാശത്തിൽ കൊണ്ടെത്തിക്കുകയായിരുന്നെങ്കിൽ, എൻ്റെ ജീവൻ എടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാകുമായിരുന്നു എന്ന് ജോബ് വാദിക്കുകയാണ്. ഒരുതരം ദയാവധത്തിന് വേണ്ടി വാദിക്കുന്നവർ പലപ്പോഴും ജോബിൻ്റെ പുസ്തകം ഉദ്ധരിക്കാറുണ്ട്. അവർ പറയുകയാണ്, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബ് തന്നെ പറയുന്നുണ്ടല്ലോ. ശരിയാ, ജോബ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് കേവലം ദയാവധത്തെ ന്യായീകരിക്കാനുള്ള ഒരു പ്രസ്താവനയായിട്ട് അതിനെ ആരും വ്യാഖ്യാനിക്കാൻ പാടില്ല. മറിച്ച് സഹനം എത്രമേൽ ഭീകരമായ ഒരു അനുഭവമാണ് എന്ന്, സഹനത്തിൻ്റെ തീവ്രതയെ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അനുഭവിക്കുന്ന വേളയിൽ ജോബ് ഏറ്റുപറയുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട സത്യം എന്ന് ഓർത്താൽ മതി. ഏതാണെങ്കിലും ജോബ് ഈ ഒരു മരണത്തിൻ്റെ മുമ്പിൽ
വീണ്ടും ജോബ് പറയുകയാണ്, വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുക? ഈ മരണത്തിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹിക്കുന്നതിൽ അർത്ഥമുണ്ട്. ജോബ് പറയും, ഒരുപക്ഷെ പറയാതെ ജോബ് പറഞ്ഞു വയ്ക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചല്ലേ. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ മരണം കൊണ്ട് തീരുന്നതായിരുന്നു നമ്മുടെ ജീവിതമെങ്കിൽ കേവലം സഹനത്തിന് ഒരർത്ഥവും കണ്ടെത്താൻ സാധിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരപകടത്തിൽ മരിച്ചു. ആ മരണത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതം എന്നേക്കുമായിട്ട് തീരുന്നതാണ് എങ്കിൽ ആ മരണത്തെ ഒരു വ്യക്തിക്കും ന്യായീകരിക്കാനാവില്ല എന്നുള്ളത് സത്യമാണ്. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ നല്ല പ്രായത്തിൽ ഗുരുതരമായ അസുഖം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് മരിക്കേണ്ടി വരുന്ന വ്യക്തികളുണ്ട്. സഹനമാണ്. ആ വ്യക്തിയുടെ മരണത്തോടെ ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാകുമായിരുന്നെങ്കിൽ ആ ക്യാൻസർ മൂലമുള്ള മരണം അല്ലെങ്കിൽ ആ ഗുരുതരമായ രോഗം മൂലമുള്ള മരണത്തെ ആർക്കും ന്യായീകരിക്കാനാവില്ല, അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാനുമാവില്ല. പക്ഷേ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും ഈ മരണം ഒന്നിൻ്റെയും അവസാനമല്ല എന്നുമുള്ള ചിന്ത ഏതൊരുവനിൽ ശക്തി പ്രാപിക്കുന്നുവോ അവനെ സഹനത്തിൻ്റെ അന്തിമമായ അർത്ഥം ഗ്രഹിക്കുന്നുള്ളൂ എന്നത് സത്യമാണ്. ജോബ് പ്രത്യക്ഷത്തിൽ ഈ മരണത്തെ വരിക്കാൻ വേണ്ടി ഇത്രമേൽ ആഗ്രഹിക്കുമ്പോൾ അത് കേവലം നിരാശയിൽ നിന്നും ഉളവാകുന്ന ഒരു മൃത്യുബോധം എന്നതിനേക്കാൾ ഉപരി അതൊരു ആത്മഹത്യാ ത്വര എന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ ഉപരി മരണത്തിനപ്പുറത്ത് ഒരു നീതിമാന്റെ മരണം അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് സ്വർഗ സൗഭാഗ്യത്തിലേക്കാണ് എന്ന വിശ്വാസത്തിൻ്റെ പരോക്ഷ പ്രകടനമായിട്ടെങ്കിലും നമ്മൾ ഈ വാക്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വളരെ പ്രസക്തമായൊരു വാദം ജോബ് ഉന്നയിക്കുന്നത് ഇതാ, കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാനിങ്ങനെ കാത്തിരിക്കേണ്ടത്? വൈ ഷുഡ് ഐ സഫർ? മനുഷ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടി ഞാൻ സഹിക്കണം? നീഷയുടെ ഒരു വാക്യമുണ്ട്, ഹി ഹു നോസ് ദ വൈ ഓഫ് സഫറിങ് നോസ് ദ ഹൗ ഓഫ് സഫറിങ് എന്നാണ്. എന്തിനു വേണ്ടി സഹിക്കണം എന്നറിയാവുന്നവന് എങ്ങനെ സഹിക്കാൻ അറിയിക്കണം എന്നറിയാം എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്നെനിക്കറിയാമെങ്കിൽ എങ്ങനെയാണ് സഹിക്കേണ്ടത് എന്നും എനിക്കറിയാൻ പറ്റും. ഇതാണ് നീഷയുടെ പ്രസ്താവന. ഒരമ്മ കുഞ്ഞിന് വേണ്ടി ഉറക്കൊഴിച്ച്, കൊച്ചിന് പനി പിടിച്ചു, അമ്മ കൊച്ചിന് വേണ്ടി ഉറക്കൊഴിച്ച് ശുശ്രൂഷ ചെയ്ത് അതിനെ കാത്തിരിക്കുന്നു. അമ്മയ്ക്കറിയാം എന്തിനു വേണ്ടിയാണ് താൻ സഹിക്കുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി, ആ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി തൻ്റെ ഈ ത്യാഗം ആവശ്യമാണ് എന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് പരാതി കൂടാതെ അമ്മ കൊച്ചിൻ്റെ രോഗം ഭേദമാകാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് നാം കാണാറുള്ളതല്ലേ. അതിലാർക്കും പരാതിയില്ല, കാരണം അവൾക്കറിയാം താൻ എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന്. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ ഉദാഹരണം ഈശോ മിശിഹാ യോഹന്നാന്റെ സുവിശേഷം 16:23 പറഞ്ഞു. പ്രസവവേദന പ്രസവിച്ച അമ്മമാര് സാക്ഷ്യപ്പെടുത്തും, അതിനോളം കഠോരം ഭീകരമായ വേദനയില്ല എന്ന്. പക്ഷെ ആ വേദനയെ ആ അമ്മ എന്തുകൊണ്ട് വീണ്ടും വരിക്കാൻ തയ്യാറാകുന്നു എന്ന് ചോദിച്ചാൽ, ആ വേദനയെ അതിജീവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം അവളുടെ സ്വപ്നത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ വേദനയെ അതിജീവിക്കാൻ അവൾ സന്നദ്ധമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ കേന്ദ്ര ആശയങ്ങളിലൊന്നാണ്. പലപ്പോഴും സഹനം നമ്മുടെ ജീവിതത്തിൽ ഒരു സമസ്യയായി നിലകൊള്ളുന്നത് എന്തിനു വേണ്ടി ഞാൻ സഹിക്കണം എന്നറിയാൻ മേലാത്തതുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നതെന്ന് അറിയാമെങ്കിൽ സഹിക്കാൻ നമുക്ക് വിഷമമില്ല എന്നുള്ളതാണ് സത്യം. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കൊച്ച്
പരീക്ഷയാ നാളെ കഴിഞ്ഞ്. ഇന്ന് പകലും ഇന്ന് രാത്രിയും നാളെ പകലും നാളെ രാത്രി ഇരുന്ന് കൊച്ചു പഠിക്കും പരീക്ഷയ്ക്ക് വേണ്ടി. പരീക്ഷ കഴിഞ്ഞ് അവനറിയാം പരീക്ഷ കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങാം, ഈ കഷ്ടത പരീക്ഷ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കൊച്ചിനറിയാം. പരീക്ഷ തലേന്നിരുന്ന് ഉറക്കളയ്ക്കുന്ന കുഞ്ഞിന് അറിയാം എന്തിനു വേണ്ടിയാണ് താൻ ഉറക്കളയ്ക്കുന്നത് എന്ന്. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമെങ്കിൽ സഹനം സഹനീയമായി തീരുന്നു എന്ന വലിയൊരു ചിന്തയെ ജോബ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വീണ്ടും ജോബ് സഹോദരങ്ങൾ എന്ന് വിളിക്കുന്ന തൻ്റെ സ്നേഹിതനോട് പറയുകയാണ്, നീ കരുണയില്ലാത്തവനാണ്. അതായത് സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. ഇവിടെ ദയ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഹീബ്രുവിലെ ഹെസദ് എന്ന വാക്കാണ്. ഹെസദ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഹെസദ് എന്നതിന് ഉടമ്പടിയുടെ വിശ്വസ്തത, സ്നേഹം എന്നൊക്കെ അർത്ഥം. ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വേദനിക്കുന്ന മനുഷ്യനോട് സഹാനുഭൂതി കാണിക്കാതിരിക്കുന്നവൻ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുന്നു എന്ന വലിയൊരാശയം ഇവിടെയുണ്ട്. അതായത് മറ്റുള്ളവൻ്റെ വേദനയെ, കണ്ണുനീരിനെ, ആകുലതയെ, സങ്കടത്തെ തിരസ്കരിക്കുന്നവൻ, അതിനെ വില വയ്ക്കാത്തവൻ ആത്യന്തികമായി ദൈവ ഉടമ്പടിയെ ലംഘിക്കുന്നു, അഥവാ അവൻ്റെ ആത്മീയത വ്യർത്ഥമാണ് എന്നുള്ള ശക്തമായ ഒരു നിരീക്ഷണവും ഇവിടെ ഉപയോഗിക്കുന്നു. വീണ്ടും 15-ാം വാക്യം, എൻ്റെ സഹോദരന്മാർ മലവെള്ളപ്പാച്ചിൽ പോലെ ചതിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് തുടർന്ന് 18-ാം വാക്യം വരെയും വളരെ കഠിനമായി സഹോദരന്മാർ, ഇവിടെ സഹോദരന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ജോബിൻ്റെ സുഹൃത്തുക്കളെയാണ്, അവർക്കെതിരായിട്ടാണ് ജോബ് പറയുക. സൗഹൃദമൊക്കെ വെറും വിൺവാക്കാണ്. മനുഷ്യനൊരു വിഷമം വന്നു കഴിയുമ്പോഴാണ് സുഹൃത്തുക്കളൊക്കെ ഇട്ടേച്ച് പോകുന്നത്. നമ്മുടെ നായകാലത്തും നല്ല കാലത്തും പ്രതാപകാലത്തും ഒപ്പം നിൽക്കാനും നമ്മളെ സ്തുതിക്കാനും വാഴ്ത്താനും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിറവേറ്റാനും ഒരുപാട് ആളുകളുണ്ടാകുമെന്നത് സത്യമാണ്. എന്നാൽ ഒരുവൻ്റെ സഹനം വരുമ്പോൾ അവനെ മനുഷ്യൻ വിട്ടുപേക്ഷിക്കുന്നു എന്ന സത്യം ജോബ് ഇവിടെ ഏറ്റുപറയുകയാണ്. അവര് വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന മരുഭൂമിയിലെ കുളം പോലെയാണ്. അതാണ് ജോബിൻ്റെ മറ്റൊരു വിശദീകരണം. അതായത് ഈ സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നവൻ വഴിതെറ്റിപ്പോകുന്ന സാർത്ഥവാഹകരെ പോലെയാണെന്ന്. അതായത് മരുഭൂമിയിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കുളമുണ്ടായിരുന്നു, ആ കുളത്തിൽ വെള്ളമുണ്ടായിരുന്നു. കച്ചവടക്കാർ വിചാരിക്കും, ആ വഴി പോയ കച്ചവടക്കാർ വിചാരിക്കും, ഓ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വെള്ളം കാണുമായിരിക്കും എന്ന് വിചാരിച്ച് അവർ ആ പ്രദേശത്ത് നിന്ന് വെള്ളം അന്വേഷിക്കുമ്പോൾ ആ കുളവും കാണില്ല, വെള്ളവും കാണില്ല. ഉടനെ അവർ വിചാരിക്കും തങ്ങളുടെ വഴി തെറ്റിപ്പോയതായിരിക്കും, കുറച്ചുകൂടി അപ്പുറത്ത് വെള്ളം കാണും എന്ന് വിചാരിച്ച് അങ്ങോട്ട് അന്വേഷിച്ചു. വീണ്ടും കുറച്ചുകൂടി അപ്പുറത്തായിരിക്കുമെന്ന് വിചാരിക്കും. അതായത് കുളം വറ്റിയത് ഇവരറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ജോബ് പറയുകയാണ്, സൗഹൃദമെന്ന ഈ മരുപ്പച്ചയെ ആശ്രയിച്ചുകൊണ്ട് ഏതൊരുവൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാലും കുളം വറ്റി സാർത്ഥകന് അല്ലെങ്കിൽ കച്ചവടക്കാരന് വഴിതെറ്റിയതുപോലെ മനുഷ്യജീവിതത്തിൽ വഴിതെറ്റും എന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു സന്ദേശം 17-18 വാക്യങ്ങളിൽ ജോബ് മുന്നോട്ട് വയ്ക്കുകയാണ്. വീണ്ടും 7-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമാണ് ജോബിൻ്റെ മറ്റൊരു പരാതി. സഹിക്കുന്ന മനുഷ്യൻ്റെ മറ്റൊരു അനുഭവമാണ് നിർബന്ധിത സേവനം എന്നിവിടെ പറയുന്നത് സൈന്യ ജീവിതത്തെയാണ്. സൈന്യത്തിലായിരിക്കുന്ന ഒരു പടയാളിക്ക് സ്വന്തമായ ഇഷ്ടങ്ങളില്ല, സ്വന്തമായ താല്പര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയില്ല. സൈന്യാധിപൻ എന്ത് പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുക. അതാണ് യുദ്ധഭൂമിയിലെ ഒരു പടയാളിയുടെ അനുഭവം. സഹിക്കുന്ന മനുഷ്യൻ്റെ അനുഭവം അതുപോലെയാണ്. ദൈവമെന്ന ഈ സൈന്യാധിപൻ പറയുന്നത് അക്ഷരം പ്രതി, അത് മരണമാണെങ്കിൽ മരണം, ശത്രുവിൻ്റെ വെടിയുണ്ടയുടെ മുമ്പിലേക്കുള്ള ഓട്ടമാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനത്തെ ഒഴിവാക്കി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം
അവനില്ല എന്നുള്ള സങ്കടമാണ് ജോബ് പങ്കുവയ്ക്കുക. 5-ാം വാക്യമെത്തുമ്പോൾ വീണ്ടും ജോബ് പറയുകയാണ്, ഈ സഹനം കേവലം മനസ്സിൻ്റെ ഒരു ഭാരമല്ല, ശരീരത്തിൽ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും താൻ സഹനം അനുഭവിക്കുന്ന മനുഷ്യനാണ്. വീണ്ടും മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികത അവതരിപ്പിച്ചതുകൊണ്ട് 8 മുതൽ 12 വരെ വാക്യങ്ങളിൽ മനുഷ്യജീവിതം ഒരു ശ്വാസം മാത്രമാണ് എന്നുള്ള ആശയത്തെ ജോബ് അവതരിപ്പിക്കുന്നുണ്ട്. വീണ്ടും ജോബിനെ ഇവിടെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ള 1-2 പദപ്രയോഗങ്ങൾ കാണുന്നത് 12-ാം വാക്യത്തിൽ. 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ജോബ് പറയുകയാണ്, അങ്ങെനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ ആണോ എന്ന് ചോദിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, കടലും കടൽ ജന്തുക്കളും തിന്മയുടെ പ്രതീകങ്ങളാണ് എന്നതാണ് യഹൂദ സങ്കല്പം. ജോബ് പറയുകയാണ്, ഞാനൊരു കടലോ കടൽ ജന്തുവോ അല്ല, ദൈവമേ നീ അതുകൊണ്ട് എനിക്ക് കാവലേർപ്പെടുത്തേണ്ട കാര്യവുമില്ല. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ, ഞാൻ ദൈവമേ തിന്മയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജോബ് ഇവിടെ ഏറ്റു പറയുക. താൻ കടലോ കടൽ ജന്തുവോ അല്ല എന്ന് പറയുമ്പോൾ, സ്വപ്നങ്ങൾ കൊണ്ട് ദൈവമേ നീ എന്നെ ഭയപ്പെടുത്തുന്നു, ദർശനങ്ങൾ കൊണ്ടെന്നെ പരിഭ്രാന്തനാക്കുന്നു എന്ന് വീണ്ടും പറയുന്നു. അതായത് ദൈവീക ദർശനങ്ങൾ മനുഷ്യന് ആശ്വാസവും കൃപയും പ്രദാനം ചെയ്യുന്നവർ. എന്നാൽ സഹിക്കുന്ന മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അവനെ ഭയപ്പെടുത്തുന്നു. ദൈവീക ചിന്ത അവനെ ആശ്വസിപ്പിക്കുന്നില്ല എന്നതാണ് സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് ഈ ഗ്രന്ഥകാരൻ പറഞ്ഞു തരിക. വീണ്ടും 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അസ്ഥിപഞ്ജരമാകുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുക. അസ്ഥിപഞ്ജരമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ജോബ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയാണ്. കുഷ്ഠം ബാധിച്ച് മാംസകഷണങ്ങൾ ഒന്നൊന്നായി ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞ് അസ്ഥി മാത്രം തെഴുത്ത് നിൽക്കുന്ന അവസ്ഥ. ആ ഒരവസ്ഥ, ഇങ്ങനെ രോഗാവസ്ഥയിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാളും കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ആഗ്രഹിക്കുക. കാനാൻകാരുടെ ദേവനായ മോത്ത് എന്നൊരു ദേവനുണ്ട്. ഈ ദേവൻ്റെ വിനോദമാണ് മനുഷ്യൻ്റെ മേൽ ചാടി വീണ് അവൻ്റെ കഴുത്തേലിറുക്കി അവനെ തൽക്ഷണം കൊല്ലുക എന്നതാണ് ഒരു കാനാന്യ സങ്കല്പം. ഈ വിജാതീയ സങ്കല്പത്തെയാണ് ജോബ് ഇവിടെ കൂട്ടുപിടിക്കുക. ദൈവമേ, ഈ മോത്ത് ദേവനെ പോലെ നീ എൻ്റെ മേൽ ചാടി വീണ് എൻ്റെ കഴുത്ത് ഞെരുക്കി എന്നെ കൊന്നു, മറിച്ച് എന്നെ ഇങ്ങനെ ഇട്ട് ഇഞ്ചിഞ്ചായി കൊല്ലാൻ നീ ഇടവരുത്തരുതേ എന്നാണ് ജോബ് ഇവിടെ പ്രാർത്ഥിക്കുക. വീണ്ടും ഒരുപക്ഷെ ജോബിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ജോബിൻ്റെ ദൈവത്തോടുള്ള വാഗ്വാദം എല്ലാ പരിധിയും ലംഘിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് 7-ാം അധ്യായം 20-ാം വാക്യം എത്തുമ്പോൾ. 21-ാം അധ്യായം 30-ാം വാക്യത്തിലും സമാനമായ ഒരു നിലപാട് ജോബിനുണ്ട്. 7-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ്, മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്ക് എന്താണ്? ദൈവത്തോട് ചോദിക്കുക, അങ്ങ് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉന്നം വെച്ചിരിക്കുന്നു? നീ എന്തിനാ ദൈവമേ സ്വർഗത്തിൽ നിന്ന് എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക? ഞാൻ പാപം ചെയ്താൽ തന്നെ നിനക്കെന്നാണ് ഛേദം? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുകയും നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ജോബ് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ജോബിനോട് സംശയം തോന്നും. ഈ മനുഷ്യൻ ഒരു നിരീശ്വരവാദിയോ ദൈവനിഷേധിയോ ആയിത്തീർന്നോ എന്ന് സംശയം തോന്നാൻ തക്ക വിധത്തിൽ പരുഷമാണ് ജോബിൻ്റെ ചോദ്യങ്ങൾ. എന്നാൽ ജോബിൻ്റെ ഈ വാദഗതികളെയും പ്രാർത്ഥനയെയും സമഗ്രമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും, ജോബ് ദൈവനിഷേധമല്ല നടത്തുക. ജോബ് ഒരു നിരീശ്വരവാദ പ്രഖ്യാപനമല്ല നടത്തുക. സഹനത്തിലും വേദനയിലും ജോബ് ആശ്രയം വയ്ക്കുന്നതും സംസാരിക്കുന്നതും വാഗ്വാദം നടത്തുന്നതും ദൈവത്തോട് തന്നെയാണ്. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ജോബിൻ്റെ മനസ്സിപ്പോഴും ദൈവത്തിൻ്റെ പക്ഷത്ത് തന്നെയാണ്. അവന് വേദനയുണ്ട്, അവനത് പറയുന്ന ദൈവത്തോടാണ്. അവന് കോപമുണ്ട്, അവനത് പങ്കുവയ്ക്കുന്ന ദൈവത്തോടാണ്. അവന് നിരാശയുണ്ട്, അവനത് ഏറ്റുപറയുന്ന ദൈവത്തോട് തന്നെയാണ് എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ പോംവഴി മനുഷ്യ നീ തേടേണ്ടത്
നിന്റെ നിരാശയിലും കോപത്തിലും സഹനത്തിൻ്റെ പാരമ്യതയിലും നിരാശയിലും നീ സഹനത്തിൻ്റെ ഉത്തരം തേടേണ്ടത് ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വലിയ ഉത്തരം ഇവിടെ ജോബ് നമുക്ക് പറഞ്ഞു തരുന്നു. വീണ്ടും സഹനത്തെ ദൈവം തരുന്ന ശിക്ഷയായിട്ട്, ദൈവം അമ്പേറ്റ് മുറിപ്പിച്ചതായിട്ട്, വിഷ അസ്ത്രങ്ങൾ എയ്തതായിട്ട് ചിന്തിക്കരുത്. സഹനത്തെ ദൈവം തരുന്ന ശിക്ഷയായിട്ടല്ല, മറിച്ച് ദൈവീകമായ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യ നീ ചിന്തിക്കേണ്ടതല്ലേ. വീണ്ടും ദൈവപരിപാലനയെ മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി ജോബ് ഇവിടെ പരാമർശിക്കുന്നുണ്ട് 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ. ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ദൈവനിഷേധത്തിൻ്റെ ഒരു വലിയ വ്യാഖ്യാനവും ഇത് തന്നെ. എന്തിനാണ് ദൈവം? മനുഷ്യൻ്റെ സ്വകാര്യതകളിലേക്ക് ദൈവം എന്തിനിടപെടുന്നു? ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ എത്ര തവണ കല്യാണം കഴിച്ചു, ദൈവം എന്തിനതറിയാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അതല്ല എങ്കിൽ ഞാൻ മദ്യപിച്ചോ, മയക്കുമരുന്ന് കഴിച്ചോ, അതുകൊണ്ട് ദൈവത്തിന് എന്താണ് ചെയ്തത്, ദൈവം എന്തിനെൻ്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നു, ദൈവത്തിന് മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് എന്തിന് എത്തി നോക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് ദൈവം ഇടപെടുന്നു എന്ന കാരണത്താൽ ദൈവനിഷേധം നടത്തുന്നവരുണ്ട്. അത് ദൈവപരിപാലനയെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിൽ നിന്ന് സംജാതമാകുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. ജോബിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നൽകുന്ന, അതിലൂടെ ഇതൾ വിടർന്നു വരുന്ന സഹന ദർശനങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.